ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ പരിപ്പുവടയാണ്. ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നാടൻ പരിപ്പുവട നമുക്ക് അതേ രുചിയോടുകൂടി തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പുവട വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വട ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഞാനൊരു 2 കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് പീസ് പരിപ്പാണ് കേട്ടോ. ഇത് പീസ് പരിപ്പെന്നും വടപ്പരിപ്പെന്നും മട്ടർദാലെന്നും ഒക്കെ പറയാറുണ്ട്. കുറച്ച് വലിപ്പമുള്ള പരിപ്പാണിത് കേട്ടോ. ഇനി ഇതുകൊണ്ട് അല്ലാതെ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ കടലപ്പരിപ്പ് കൊണ്ടും ഒക്കെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വടപ്പരിപ്പിൽ തന്നെ ചെയ്യണം കേട്ടോ. ഈ പരിപ്പ് കുറച്ച് നല്ല വലിപ്പമുള്ളതാണ്. അപ്പം 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയ ശേഷം 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂർ ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കുതിർന്ന് വന്നപ്പോഴേ നമ്മൾ നേരത്തെ വെച്ച ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് മാറ്റിക്കളയണം. ഒട്ടും വെള്ളം നനവ് കാണരുത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇതിനകത്തിൽ വെള്ളമയം പോകത്തുള്ളൂ. ഒട്ടും വെള്ളനനവില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ പരിപ്പ് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള പരിപ്പുവട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് ഒരു അരമണിക്കൂർ വെക്കാൻ ടൈമില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉണങ്ങിയ കോട്ടൺ തുണിയിലേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപ്പുവട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം നനവില്ലാതെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ 2 പിടി പരിപ്പ് ഒരു ബൗളിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നമുക്കത് പിന്നീട് ആവശ്യമായിട്ട് വരും. ബാക്കിയുള്ളത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുകയോ ചെയ്യാവൂ, ഒന്ന് ചതച്ച് കിട്ടുകയോ ചെയ്യാവൂ. നല്ല തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഇത് ഒന്നിച്ചിട്ട് അരയ്ക്കരുത്. 2-3 ബാച്ചായിട്ട് കുറേശ്ശെ ഇട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. ഒന്നിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അടിയിലുള്ള പരിപ്പ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയും മുകളിലുള്ളത് അരയാതെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മിക്സി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഓൺ ചെയ്തിട്ട് 2-3 സെക്കൻഡ് ഒന്ന് അടിച്ച ശേഷം വീണ്ടും ഓഫ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ ഈ പരിപ്പ് കുതിർന്ന നനവിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ കണ്ടല്ലേ, ആദ്യത്തേത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒന്ന് ചതഞ്ഞ് കിട്ടുകയേ ആകാവൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരിപ്പെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത കൂട്ടത്തിൽ താണ്ട് ഒരെണ്ണം കട്ട് ചെയ്യാതെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിഞ്ഞ് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെരുംജീരകമാണ്. 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. പെരുംജീരകം നമ്മൾ പൊടിച്ചൊന്നും ചേർക്കരുത്, അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 7-8 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മളത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പം ഒരുപാട് വെള്ളമായി പോകും. അതുകൊണ്ട് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് പരിപ്പുണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ പരിപ്പ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ അരയാത്ത പരിപ്പ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഈ പരിപ്പ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 പിഞ്ച് കായപ്പൊടി ഇട്ടാൽ മതി, ഒരുപാട് വേണ്ട. കായത്തിൻ്റെ അളവ് മുന്നേ നിൽക്കരുത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ തന്നെ പതുക്കെ നമ്മൾ യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് സവാള ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളനനവുണ്ടാവും നമ്മുടെ മാവിനും. അതുപോലെ തന്നെ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പരിപ്പ് വട ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പലരും പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാത്തത് ഇതിനകത്തിൽ വെള്ള നനവ് കൂടുന്നത് കൊണ്ടാണ്. നമുക്കിത് പരത്തിയെടുക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൊടിഞ്ഞെല്ലാം കൂടെ എണ്ണയിലേക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകാതിരിക്കാൻ. ഇനി നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് വെള്ളനനവ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ അരിപ്പൊടിയോ കടലമാവോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ മാവ് കറക്റ്റ് ആ ഒരു പരുവമായിട്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി കൈ ഒന്ന് കഴുകി വന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് കൈയുടെ വെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ പരിപ്പ് വട എത്രത്തോളം വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ മാവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവാതെ പരിപ്പൊക്കെ പച്ചക്കിരിക്കും. എന്നിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 3-4 എണ്ണം ഒന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ പരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് കൈവെള്ളയിൽ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാനൊരു 4 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ബാക്കി ഞാൻ എണ്ണയിലേക്ക് അന്നേരം പരത്തി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ തീ കൂട്ടി വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ വശം മാത്രം പെട്ടെന്ന് മുരിഞ്ഞു വരികയും അകം വേവാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉടനെ ഒന്നും ഇത് ഒന്ന് ഇളക്കാനോ തിരിച്ചിടാനോ ഒന്നും നോക്കരുത്. കുറച്ച് നേരം ഇതേപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രമേ നമ്മളിതൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഈ പരിപ്പൊക്കെ ഇതിൽ നിന്ന് അടന്ന് ഈ എണ്ണയിലേക്കാവും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നിട്ട് മാത്രമേ നമ്മളിത് കോരിയെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒട്ടും നമ്മൾ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെക്കാതെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ കണ്ടില്ലേ, 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സൂപ്പർ പരിപ്പ് വട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അന്നേരം കയ്യിൽ പരത്തിയിട്ട് ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ്ട് അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. നമ്മുടെ പെരിഞ്ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ കുറച്ച് പരിപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ പരിപ്പ് വട എല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് കനത്തിലുണ്ടാക്കിയാൽ അത്രയും കൂടി താമസം വരും. നല്ല ക്രിസ്പിയാണ്, നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അത്യാവശ്യം എരിവും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്